നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് സാധാരണ വീഡിയോ അല്ല, ഇതൊരു മുന്നറിയിപ്പാണ്. നിങ്ങളിത് കാണുന്നത് ഒരിക്കലും യാദൃശ്ചികമല്ല. നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ എന്തോ നിങ്ങളെ ഇവിടെ പിടിച്ചു നിർത്തി എന്നതാണ് സത്യം. അതെ, അത് ശിവഭഗവാന്റെ ശക്തിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ സംഭവിക്കാൻ പോവുകയാണ്. പക്ഷെ അതിനു മുൻപ് ഒരു മുന്നറിയിപ്പ് നൽകാനാണ് ശിവഭഗവാൻ നിങ്ങളെ ഇവിടെ എത്തിച്ചത്. കണ്ണുകൾ അടയ്ക്കുക. 3 പ്രാവശ്യം മനസ്സിൽ ഓം നമഃശിവായ എന്ന മന്ത്രം ജപിക്കുക. ഓം നമഃശിവായ, ഓം നമഃശിവായ, ഓം നമഃശിവായ. ജീവിതത്തിൽ സന്തോഷവും സൗഭാഗ്യവും തേടി വരണേ എന്നും അതോടൊപ്പം തന്നെ ദുഃഖങ്ങളിൽ നിന്നും കരകയറാനുള്ള വഴികൾ കാട്ടിത്തരണമേ എന്നും ഭഗവാനോട് പ്രാർത്ഥിക്കുക. ശേഷം കണ്ണുകൾ തുറക്കുന്ന സമയത്ത് ഈ 3 ചിത്രങ്ങളിൽ ഏതിലേക്കാണോ നിങ്ങളുടെ മനസ്സ് ചായുന്നത് ആ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ശിവഭഗവാന്റെ 3 ഭാവങ്ങളിലുള്ള ചിത്രങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ കാണുന്നത്. നിങ്ങളുടെ ഹൃദയം ഏത് ചിത്രത്തിലേക്കാണോ വലിക്കുന്നത് ആ ഒരു ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പൊ നമുക്കിനി ഫലങ്ങളിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഞാനിവിടെ പറയുന്ന സന്ദേശങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുകയാണെങ്കിൽ ഓം നമഃശിവായ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതും കൂടെ അറിയിക്കുക. ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിൻ്റെ ജെന്യൂനിറ്റി, കൃത്യത എത്രമാത്രമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ അത് വളരെയധികം ഉപകാരപ്രദമാകും. അപ്പോൾ ആദ്യം തന്നെ 1ാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശങ്ങളാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് 1ാം നമ്പർ ചിത്രമാണെങ്കിൽ ഇതൊരിക്കലും യാദൃശ്ചികമായ ഒരു തിരഞ്ഞെടുപ്പല്ല. ഇത് സംരക്ഷണവും മുന്നറിയിപ്പും ഒരുമിച്ച് വരുന്ന അടയാളമാണ്. ശിവഭഗവാൻ നിങ്ങളെ വിളിക്കുന്നത് എന്തിനാണ്? കാരണം നിങ്ങളിപ്പോൾ ജീവിതത്തിലെ ഒരു മാറിപ്പോകുന്ന ഘട്ടത്തിൽ നിൽക്കുകയാണ്. നിങ്ങളുടെ ചുറ്റും 2 തരത്തിലുള്ള ആളുകളുണ്ട്. തുറന്ന് ശത്രുത കാണിക്കുന്നവർ, സ്നേഹത്തിന്റെ മുഖം ധരിച്ചവരായ മറഞ്ഞ ശത്രുക്കൾ. നിങ്ങൾ വളരെ സത്യസന്ധരാണ്. അതുകൊണ്ട് തന്നെ ചിലർ നിങ്ങളെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് വാസ്തവം. അടുത്ത 21 മുതൽ 41 ദിവസങ്ങൾക്കുള്ളിൽ ഒരു വലിയ സത്യം പുറത്തു വരും. ഒരു വ്യക്തി, നിങ്ങൾ വിശ്വസിച്ച ഒരാൾ, നിങ്ങളെ പിന്നിൽ നിന്ന് വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കും. പക്ഷേ ഭയപ്പെടേണ്ട. ശിവഭഗവാന്റെ ത്രിശൂലം 3 കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു: സംരക്ഷണം, കർമ്മഫലം, ദൈവിക നീതി. നിങ്ങൾക്ക് അന്യായം ചെയ്തവർക്ക് കർമ്മഫലം തീർച്ചയായിട്ടും ലഭിക്കും എന്നാണ് ഭഗവാൻ നിങ്ങളോട് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒരു സാമ്പത്തിക തീരുമാനം എടുക്കാൻ പോവുകയാണ്. അത് ലോൺ എടുക്കലാകാം, പങ്കാളിത്ത ബിസിനസ് ആകാം, പുതിയ ജോലിയാകാം, വിദേശത്തേക്കുള്ള ഒരു യാത്രയാകാം. ഇവിടെ ഒരു ചെറു അപകടമുണ്ട് എന്നതാണ്. നിങ്ങൾ ഒപ്പിടാൻ പോകുന്ന ഒരു പേപ്പറിൽ അല്ലെങ്കിൽ വിശ്വസിക്കാൻ പോകുന്ന ഒരു വാഗ്ദാനത്തിൽ മറഞ്ഞ അപകടമുണ്ടാകാം. ശിവഭഗവാൻ പറയുന്നു, ആവേശം ഒഴിവാക്കുക, ആലോചിച്ച് തീരുമാനിക്കുക. അടുത്ത 18 ദിവസം വലിയ തീരുമാനങ്ങൾ ഒഴിവാക്കുക എന്നതാണ് ഭഗവാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ ഹൃദയം വളരെ നർമ്മമുള്ളതാണ്, പക്ഷെ നിങ്ങൾ പുറത്തേക്ക് കടുപ്പം കാണിക്കുന്നു. ഒരു ബന്ധം ഇപ്പോൾ പരീക്ഷണത്തിലൂടെ കടക്കുകയാണ്. തെറ്റിദ്ധാരണ, ആശയവിനിമയക്കുറവ്, 3ാമത്തെ വ്യക്തിയുടെ ഇടപെടൽ, ഇവയിലൊന്ന് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ഓർത്തു നോക്കുക. ഈ ബന്ധം തകരാൻ പോകുന്നില്ല, പക്ഷെ നിങ്ങളൊരു സത്യം കേൾക്കേണ്ടി വരും. അത് ആദ്യം വേദനിപ്പിക്കും, പക്ഷെ പിന്നീട് അത് നിങ്ങളുടെ ജീവിതത്തെ ശുദ്ധമാക്കും എന്നതാണ് വാസ്തവം. നിങ്ങൾക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആവർത്തിച്ച് 1111 എന്നുള്ള നമ്പർ അല്ലെങ്കിൽ ഒരേ നമ്പർ തന്നെ ആവർത്തിച്ച് കാണുന്നുണ്ടോ? സ്വപ്നത്തിലെ ക്ഷേത്രങ്ങൾ കാണുന്നുണ്ടോ? പാമ്പ്, ഗംഗ, ചന്ദ്രൻ പോലുള്ള ചിഹ്നങ്ങൾ കാണുന്നുണ്ടോ? ഇതൊരിക്കലും യാദൃശ്ചികമല്ല. ശിവഭഗവാൻ നിങ്ങളെ ആത്മീയമായി ഉയർത്തുകയാണ്. നിങ്ങൾക്ക് ഒരു വലിയ മാറ്റം വരാനിരിക്കുന്നു. പഴയ ജീവിതം, പഴയ വേദന, പഴയ ബന്ധങ്ങൾ, ഇവയെല്ലാം പതിയെ പതിയെ മാറും. അടുത്ത 30 ദിവസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കും. ഒരു മറഞ്ഞ സത്യം പുറത്തു വരും. ഒരു ശത്രു വെളിവാകും. ഒരു പുതിയ അവസരം തുറക്കപ്പെടും. ഒരു ബന്ധം ശുദ്ധമാകും. പക്ഷെ നിങ്ങൾ ക്ഷമ പാലിക്കണം എന്നതാണ് ഭഗവാൻ നിങ്ങളോട് പറയുന്നത്. ഇതിലെല്ലാം തന്നെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില പരിഹാരങ്ങളുണ്ട്. അതിൽ 1ാമത്തെ കാര്യം എന്ന് പറയുന്നത്, തിങ്കളാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ ശിവഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുന്നിലായിട്ട് ഒരു ദീപം തെളിയിക്കുക. 108 തവണ നിത്യവും ഓം നമഃശിവായ മന്ത്രം ജപിക്കുക.
രാവിലെയോ സന്ധ്യാസമയത്തോ ജപിക്കാവുന്നതാണ്. വൃത്തിയോടും ശുദ്ധിയോടും കൂടി ജപിക്കുക എന്നുള്ളത് പ്രധാനവുമാണ്. ഒരു ദിവസം ഉപ്പില്ലാത്ത ഭക്ഷണം കഴിച്ചുകൊണ്ട് ഉപവാസം നോൽക്കുക. ഒരു ദരിദ്രന് ഭക്ഷണം നൽകുക. ഈ കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള തടസ്സങ്ങൾ വളരെ പെട്ടെന്ന് മാറിക്കിട്ടും. ശിവഭഗവാൻ നിങ്ങളോട് പറയുന്നത് ഇതാണ്: നീ കരഞ്ഞ രാത്രികൾ ഞാൻ കണ്ടു, നീ ഒറ്റപ്പെട്ട നിമിഷങ്ങൾ ഞാൻ അനുഭവിച്ചു. ഇനി ഞാൻ നിന്നെ ഉയർത്തും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം അടുത്തിരിക്കുകയാണ്. ഇതൊരിക്കലും അവസാനമല്ല, ഇത് തുടക്കമാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ സന്ദേശം നിങ്ങൾ ഉൾക്കൊള്ളുന്നു എങ്കിൽ ഓം നമഃശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഭഗവാൻ നൽകുന്ന സന്ദേശങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് 2-ാം നമ്പർ ചിത്രമാണെങ്കിൽ ഇതൊരിക്കലും ഒരു യാദൃശ്ചികമായിട്ടുള്ള തിരഞ്ഞെടുപ്പല്ല. ഇത് ആന്തരിക സംഘർഷം, മാനസിക ക്ഷീണം, ആത്മീയ ഉണർവ് എന്നിവയുടെ അടയാളമാണ്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പുറത്ത് ശാന്തതയാണെന്ന് തോന്നും, പക്ഷെ ഉള്ളിൽ വലിയ കൊടുങ്കാറ്റ് നടക്കുന്നുണ്ട്. നിങ്ങളെല്ലാം ഒറ്റയ്ക്ക് സഹിക്കാനാണ് ശ്രമിക്കുന്നത്. കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തിക സമ്മർദ്ദം, പ്രണയവേദന, ജോലി അസ്വസ്ഥത, ഇവയിൽ കുറഞ്ഞത് 2 കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളെ അലട്ടുന്നുണ്ട്. നിങ്ങൾ പുറത്തു ചിരിക്കുന്നു, പക്ഷെ ആരും കാണാത്ത സമയത്ത് നിങ്ങൾ മൗനമായി കരയുന്നുണ്ട്. ധ്യാനസ്ഥനായ ശിവഭഗവാൻ പറയുന്നത് നീ തകരുന്നില്ല, നീ ശുദ്ധീകരിക്കപ്പെടുകയാണ് എന്നുള്ളതാണ്. ഇതൊരിക്കലും ഒരു ശിക്ഷയല്ല, ഇത് ഒരു ആത്മീയ ശുദ്ധീകരണ ഘട്ടമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പഴയ വ്യക്തിയുണ്ട്. പഴയ പ്രണയമാകാം, പഴയ സുഹൃത്താകാം, ബന്ധുവുമായിട്ട് വേർപെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാകാം. അടുത്ത 30 ദിവസത്തിനുള്ളിൽ ഈ വ്യക്തി വീണ്ടും നിങ്ങളെ സമീപിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ശ്രദ്ധിക്കുക, ഇത് സ്ഥിരതയ്ക്കുള്ള തിരിച്ചുവരവല്ല. ഇത് ഒരു കർമ്മത്തിന്റെ ക്ലോഷറാണ്, അതായത് കർമ്മത്തിന്റെ അവസാനമാണ്. നിങ്ങൾ പഴയ വേദന വീണ്ടും ഏറ്റുവാങ്ങരുത് എന്നാണ് ഭഗവാൻ നിങ്ങളോട് പറയുന്നത്. ശിവഭഗവാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്: ഹൃദയം കൊണ്ട് തീരുമാനിക്കരുത്, ബുദ്ധിയോടെ തീരുമാനിക്കൂ എന്നുള്ളത്. നിങ്ങൾ ഒരു മാറ്റത്തിന്റെ അരികിലാണ്. അത് ഒരുപക്ഷെ ജോലിയിലെ മാറ്റമാകാം, സ്ഥലം മാറ്റമാകാം, പുതിയ അവസരമാകാം, പുതിയ പഠനമാകാം. ഇവയിൽ ഒന്നെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ്. പക്ഷെ നിങ്ങളിപ്പോൾ ആത്മവിശ്വാസം കുറവായിട്ടാണ് അനുഭവിക്കുന്നത്. ധ്യാന ശിവഭഗവാൻ പറയുന്നത് നീ പേടിക്കുന്നതിൽ നിന്റെ വളർച്ച മറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു അവസരം ആദ്യം ചെറുതായിട്ട് തോന്നും, പക്ഷെ അതാണ് വലിയ മാറ്റത്തിന്റെ തുടക്കം എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക. ഇപ്പോൾ നിങ്ങൾക്ക് ഉറക്കമില്ലായ്മയുണ്ട്. ആവർത്തിച്ച് ഒരേ സ്വപ്നങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട്. വെള്ളം, ക്ഷേത്രം, മല എന്നിവ നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ട്. ഇതിലേതെങ്കിലും നിങ്ങളിൽ സംഭവിക്കുന്നുണ്ടോ? എങ്കിൽ ഇത് ആത്മാവിന്റെ സൂചനയാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ശക്തമാകുന്നു എന്നുള്ളതാണ്. അടുത്ത 21 ദിവസം നിങ്ങളുടെ മനസ്സ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് ചെറിയ ഒരു ദൃഷ്ടിദോഷം അല്ലെങ്കിൽ ഒരു എനർജി ബ്ലോക്ക് ഉണ്ടാകാം. അതിന്റെ ലക്ഷണങ്ങളായിട്ട് പറയുന്നത് തലയ്ക്ക് ഭാരം അനുഭവപ്പെടുക, ആകസ്മികമായിട്ടുള്ള കോപം ഉണ്ടാവുക, അനാവശ്യമായിട്ടുള്ള ഭയം ഉണ്ടാവുക, അനാവശ്യമായിട്ട് ദേഷ്യപ്പെടുക, ആവർത്തിച്ചാവർത്തിച്ച് നിങ്ങളുടെ ചെറിയ ചില കാര്യങ്ങൾക്ക് പോലും തടസ്സങ്ങൾ വരിക. ഇത് ദൈവിക സംരക്ഷണത്തോടെ നീങ്ങും എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക. അടുത്ത 30 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കും. നിങ്ങൾ ഒരു സത്യം തിരിച്ചറിയും. ഒരു വ്യക്തിയെ നിങ്ങൾ വിട്ടുകളയും. ഒരു പുതിയ വഴിക്ക് തുടക്കം കുറിക്കും. നിങ്ങളുടെ ആത്മവിശ്വാസം തിരികെ ലഭിക്കും. ഇത് സംഭവിക്കുന്നത് പതുക്കെയായിരിക്കും, പക്ഷെ ഉറപ്പായും നടന്നിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില പരിഹാരങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് 11 ദിവസം ഓം നമഃശിവായ മന്ത്രം 108 തവണ ജപിക്കുക. 11 ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക. ദിവസവും രാവിലെയോ സന്ധ്യാസമയത്തോ 108 തവണ ഓം നമഃശിവായ മന്ത്രം ജപിക്കുക. തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുന്നിലായിട്ട്, ശിവഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുന്നിലായിട്ട് കൂവളത്തില സമർപ്പിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ശിവക്ഷേത്രങ്ങളിലും സമർപ്പിക്കാവുന്നതാണ്. ഉറങ്ങുന്നതിന് മുൻപ് നിത്യവും ശിവനാമം ജപിക്കുക. വെള്ളം കുടിക്കുമ്പോൾ മനസ്സിൽ ശിവനാമം ചൊല്ലുക. ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ നേരിടുന്നതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും പതിയെ ഇല്ലാതാകും. ശിവഭഗവാൻ നിങ്ങളോട് പറയുന്നത് ഇതാണ്: നീ ഇപ്പോൾ തളർന്നിരിക്കുന്നു, പക്ഷെ ഞാൻ നിന്നെ കൈവിടില്ല. ഈ ഇരുട്ട് നിന്റെ ജീവിതത്തിലെ അവസാന ഇരുട്ടാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശാന്തമായിട്ടുള്ള പുതിയ തുടക്കം അടുത്തിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ തന്നെ തിരിച്ചറിയുക. നിങ്ങൾ ഈ സന്ദേശത്തെ ഉൾക്കൊള്ളുന്നു എങ്കിൽ കമന്റ് ബോക്സിൽ ഓം നമഃശിവായ എന്ന് രേഖപ്പെടുത്തുക.
എല്ലാവരും മനസ്സിൽ പ്രാർത്ഥിക്കുക, ഹരഹര മഹാദേവ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് മൂന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് മൂന്നാമത്തെ ചിത്രമാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഒരു യാദൃശ്ചികമായിട്ടുള്ള തിരഞ്ഞെടുപ്പല്ല. രുദ്രഭാവത്തിലുള്ള ശിവഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നത് ചില ശക്തമായ മുന്നറിയിപ്പുകളാണ്. ഇത് ശാന്തമായ സന്ദേശമല്ല, ഇത് ശക്തമായ ഒരു ഓർമ്മപ്പെടുത്തലാണ്. രുദ്രഭാവത്തിലുള്ള ശിവഭഗവാൻ വരുന്നത് സംരക്ഷിക്കാൻ മാത്രമല്ല, ഉണർത്താൻ കൂടിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്തോ തെറ്റായ ദിശയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഭഗവാൻ സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് അടുത്തിടെ പെട്ടെന്ന് വിജയം കണ്ടോ? പെട്ടെന്ന് പണം ലഭിച്ചോ? ഒരാളുടെ മുകളിലേക്ക് ഉയർന്നോ? അതിനുശേഷം നിങ്ങൾ മാറിയതായിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടോ? ചെറിയ അഹങ്കാരം പോലും വലിയ നഷ്ടത്തിലേക്ക് നയിക്കും. നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ട്, എനിക്കെല്ലാം കൈകാര്യം ചെയ്യാം. പക്ഷേ ശിവഭഗവാൻ പറയുന്നു, അഗ്നിയെ നിയന്ത്രിക്കാത്തവൻ സ്വയം ചാരമാകും. നിങ്ങളുടെ ചുറ്റുപാടിൽ ഒരു കൂട്ടം ആളുകളുണ്ട്. അവർ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു, പക്ഷേ ശരിയായ വഴിയിലേക്കല്ല. തെറ്റായ തീരുമാനങ്ങൾ, വേഗത്തിൽ പണം സമ്പാദിക്കാനുള്ള ആഗ്രഹം, തെറ്റായ ബന്ധം, ഇവയിലൊന്നെങ്കിലും ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അടുത്ത 14 ദിവസം വളരെ നിർണായകമാണ്. ഒരു തീരുമാനം, അത് നിങ്ങളുടെ ജീവിതത്തെ ഉയർത്താനും താഴ്ത്താനും കഴിയുന്ന തീരുമാനമാകും. നിങ്ങളിപ്പോൾ കുറച്ച് കടുപ്പമായിട്ട് മാറിയിരിക്കുന്നു. എളുപ്പത്തിൽ നിങ്ങൾക്ക് കോപം വരുന്നു. ക്ഷമ വളരെ കുറവായിട്ട് കാണുന്നു. ആളുകൾ നിങ്ങളെ അവഗണിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു സ്വഭാവ പ്രകൃതം നിങ്ങൾ കാട്ടുന്നു. ഇത് നിങ്ങൾ സ്വാഭാവികമായിട്ട് ചെയ്യുന്നില്ല. ഇത് ഉള്ളിലെ സമ്മർദ്ദത്തിന്റെ പ്രതിഫലനമാണ്. പക്ഷേ ശ്രദ്ധിക്കുക, ഒരു പ്രധാനപ്പെട്ട ബന്ധം നിങ്ങളുടെ അഹങ്കാരത്തിന്റെ കാരണം ദൂരം പോകാൻ സാധ്യതയുണ്ട്. രുദ്രശിവൻ നശിപ്പിക്കാൻ വരുന്നില്ല, അവൻ ശുദ്ധീകരിക്കാൻ വരുന്നതാണ്. നിങ്ങൾ അടുത്തിടെ ചെയ്ത ഒരു തീരുമാനം അല്ലെങ്കിൽ പറഞ്ഞ ഒരു വാക്ക് കർമ്മചക്രം സജീവമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതൊരിക്കലും വലിയ ഒരു ദുരന്തമല്ല, പക്ഷേ ചെറിയ ഒരു വേക്കപ്പ് കോളായിട്ട് വരും. സാമ്പത്തിക നഷ്ടം, ഒരു ആളിന്റെ വിട്ടുപോകൽ, ഒരു പ്ലാൻ തകരൽ, ഇവയിലൊന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം. അതില്ലാതിരിക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും വഴിമാറി സഞ്ചരിക്കണം. ഇത് ഭയപ്പെടുത്താനല്ല, ഇത് രക്ഷിക്കാനാണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങളിപ്പോൾ വിനയത്തിലേക്ക് മടങ്ങിയാൽ ഈ കർമ്മം ലഘൂകരിക്കും. നിങ്ങൾ ചെയ്യേണ്ട ചില ദൈവിക പരിഹാരങ്ങളുണ്ട്. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു പ്രദോഷ ദിനത്തിൽ ഉപവാസം അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. നിത്യവും 108 തവണ ഓം നമഃശിവായ മന്ത്രം ജപിക്കുക. ഒരു ദരിദ്രന് സഹായം ചെയ്യുക. മാതാപിതാക്കളോട് ക്ഷമ ചോദിക്കുക. ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ദോഷഫലത്തിന്റെ കാഠിന്യം കുറയും. അത് ഇല്ലാതാക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾ തകരാൻ പോകുന്നില്ല, പക്ഷെ നിങ്ങൾ മാറേണ്ട സമയം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ശിവഭഗവാൻ നിങ്ങളോട് പറയുന്നത്. ഇന്നു മുതൽ 21 ദിവസത്തിനുള്ളിൽ ഒരു സംഭവം ഉണ്ടാകും. അത് നിങ്ങളെ വിനയത്തിലേക്ക് തിരികെ കൊണ്ടുവരും. അത് സംഭവിച്ചാൽ ഭയപ്പെടരുത്. അതൊരിക്കലും ഒരു ശിക്ഷയല്ല, അത് സംരക്ഷണമാണ് എന്നുള്ളത് തിരിച്ചറിയുക. രുദ്രശിവഭഗവാൻ പറയുന്നു, നീ എൻ്റെ ഭക്തനാണ്, അതിനാലാണ് ഞാൻ നിന്നെ മുന്നറിയിപ്പ് നൽകുന്നത്. ഹരഹര മഹാദേവ എന്ന് ജപിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരേണ്ട സമയമാണ്. നിങ്ങൾ മാറി ചിന്തിക്കേണ്ട സമയമാണ്. ദേഷ്യം കുറയ്ക്കുക. മറ്റുള്ളവരോട് സഹതാപത്തോടു കൂടി പെരുമാറുക. മറ്റുള്ളവരെ സംരക്ഷിക്കാനുള്ള ഒരു മുൻകരുതൽ എടുക്കുക. നിങ്ങൾ പണ്ടെങ്ങനെയായിരുന്നോ ആ ഒരു സ്വഭാവത്തിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോവുക. നിങ്ങൾ തന്നെ നിങ്ങളെ സ്വയം വിലയിരുത്തുക. നിങ്ങളിലേക്ക് വന്ന മാറ്റത്തെ സ്വയം വിലയിരുത്തുക. ആ ഒരു കാര്യം ഭഗവാൻ ഒരു മുന്നറിയിപ്പായിട്ട് നിങ്ങൾക്ക് നൽകുകയാണ്. ഈ ഒരു സന്ദേശം നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുകയാണെങ്കിൽ ഓം നമഃശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത്രയും കാര്യങ്ങളാണ് മൂന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫലങ്ങളായിട്ട് പറയാനുള്ളത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.